നമസ്കാരം. 10th +2 ഡിഗ്രി ലെവൽ സിലബസിലെ ലോക ചരിത്രം എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് അമേരിക്കൻ വിപ്ലവമാണ്. അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, ആസ്ഥ അക്കാഡമിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾക്കുമായിട്ട് ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്, ഈ പറഞ്ഞ ക്ലാസ്സുകൾ, അതായത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകമുണ്ട്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്, വളരെ ഒതുങ്ങിയ ഒരു പുസ്തകമാണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കുത്തി നിറയ്ക്കാത്ത ഒരു പുസ്തകമാണ്. നിങ്ങൾക്കത് വർത്തായിരിക്കും. വർത്താവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മാർക്കിൻ്റെ കാര്യത്തിലല്ല, സമയത്തിൻ്റെ കാര്യത്തിലാണ്. മാർക്ക് ഇപ്പോൾ ഇവിടെ കൂടി പോയി കഴിഞ്ഞാൽ ലോക ചരിത്ര ഭാഗത്ത് 2 മാർക്കേ ഉള്ളൂ. പക്ഷേ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സമയം നമുക്ക് കളയാനായിട്ടില്ല. അപ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന, ആ 2 മാർക്ക് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകം A5 സൈസിലുള്ള പുസ്തകമാണ്. അതായത് നമ്മുടെ റാങ്ക് ഫയൽ സൈസ് ഒന്നുമില്ല, അതിനേക്കാളും ചെറിയ സൈസാണ്. A5 സൈസുള്ള പുസ്തകം, 72 പേജുകൾ മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകം 70 രൂപ മാത്രമാണ് വില, പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയാണ്. ഇതുപോലെ മറ്റ് ചില പുസ്തകങ്ങൾ കൂടിയുണ്ട്. ആ പുസ്തകങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വിളിക്കുക. ഈ നമ്പറിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വിളിക്കുമ്പോൾ ചിലപ്പോൾ എൻഗേജ്ഡ് ആയിരിക്കും, നല്ല തിരക്കുള്ള ഒരു ലൈനാണത്. അതുകൊണ്ട് മെസ്സേജ് അയച്ചാലും മതി, ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിച്ചോളാം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, പുസ്തകം വാങ്ങാൻ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഫോൺ നമ്പർ വഴിയോ QR കോഡ് വഴിയോ പേയ്മെൻറ്റ് അയക്കരുത്. പേയ്മെൻറ്റ് അയക്കേണ്ടത് ആസ്ഥ അക്കാഡമിയുടെ UPI ID-യിലാണ്. QR.aastha-academy, അക്കാഡമി എന്നുള്ളതിൻ്റെ AC, QR.aastha-ac@SIB എന്ന് പറയുന്ന UPI ID-യിലോട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് വർത്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പുസ്തകം എഴുതിയത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളുടെ സമയം വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ പുസ്തകം വേണമെന്നുള്ളവർ ഈ നമ്പറിലോട്ട് വിളിക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിലെ വിപ്ലവം നടക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്, അല്ലേ? ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 സംഭവങ്ങൾ പഠിച്ചിരുന്നു. ഒന്ന് 1642 അഭ്യന്തര കലാപം, വേറൊന്ന് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം 1688. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് 17-ാം നൂറ്റാണ്ടിലായിരുന്നു, അല്ലേ? അതേസമയം അമേരിക്കൻ വിപ്ലവം നടക്കുന്നത് നിങ്ങൾക്കറിയാം 1770-കളിലാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിപ്ലവം നടന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ വിപ്ലവം 17-ാം നൂറ്റാണ്ടിലാണ്, അമേരിക്കൻ വിപ്ലവം നടന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു. ഇംഗ്ലണ്ടിലെ വിപ്ലവം എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ വിപ്ലവമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അമേരിക്കൻ വിപ്ലവവും ഒരു ബൂർഷ്വാ വിപ്ലവമാണ്. എന്തുകൊണ്ടാണ് അമേരിക്കൻ വിപ്ലവവും ഇംഗ്ലണ്ടിലെ വിപ്ലവവും ബൂർഷ്വാ വിപ്ലവം എന്ന് നമ്മൾ പറയുന്നത്? അതായത് സമൂഹത്തിലെ ഒരു മധ്യവർഗമാണ് ഈ വിപ്ലവം ആസൂത്രണം ചെയ്തത്. ഈ 2 വിപ്ലവങ്ങളും ആസൂത്രണം ചെയ്തതിൽ പ്രധാന പങ്ക് വഹിച്ചത് സമൂഹത്തിലെ ഒരു മധ്യവർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിപ്ലവങ്ങളെ എന്തെന്ന് പറയുന്നത്? ബൂർഷ്വാ വിപ്ലവങ്ങളായിരുന്നു ഇംഗ്ലണ്ടിലെ വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ വിപ്ലവം പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലണ്ടിലെ ഒരു രാജവംശത്തെക്കുറിച്ച് അറിയണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഏത് രാജവംശമാണ്? സ്റ്റുവർട്ട് രാജവംശമാണ്.
ആ സ്റ്റുവർട്ട് രാജവംശത്തിലെ ഒരു ഭരണാധികാരി ജെയിംസ് ഫസ്റ്റ് അല്ലെ, 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്, രാജാവാണ് ആര്? ജെയിംസ് ഫസ്റ്റ് അല്ലെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ധരണി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയാണ് ആര്? ജെയിംസ് ഫസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ജെയിംസ് ഫസ്റ്റ് ഭരിച്ചത് മതത്തിന് വേണ്ടിയിട്ടും പൗരോഹിത്യത്തിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ മതത്തിന് വേണ്ടിയും പൗരോഹിത്യത്തിന് വേണ്ടിയും അടിയുറച്ചു നിന്ന് ഭരിച്ച ഒരു ഭരണാധികാരിയാണ് ജെയിംസ് ഫസ്റ്റ്. ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഒരുപാട് പേര് മതപീഡനം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ജെയിംസ് ഫസ്റ്റിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്നുള്ള മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെ ഒരു സംഘം ആൾക്കാർ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു കപ്പലിൽ കയറി വടക്കേ അമേരിക്കയിലോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ വടക്കേ അമേരിക്കയിലോട്ട് പോകണമെങ്കിൽ അവർക്ക് അറ്റ്ലാന്റിക് സമുദ്രം ക്രോസ് ചെയ്ത് വേണം വടക്കേ അമേരിക്കയിലോട്ട് പോകാൻ. അപ്പോൾ അവർ കപ്പലിലാണ് സഞ്ചരിച്ചത്. ആ കപ്പലിനൊരു പേരുണ്ട്. ആ പേരാണ് എന്ത്? മേ ഫ്ലവർ അല്ലേ. അപ്പോൾ ഇംഗ്ലണ്ടിലെ ജെയിംസ് ഫസ്റ്റിൻ്റെ ഭരണകാലം. ആ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഭയങ്കരമായിട്ടുള്ള മതപീഡനം അനുഭവിച്ച ഒരു വിഭാഗം ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു കപ്പലിൽ കയറി എവിടോട്ട് പോവുകയാണ്? വടക്കേ അമേരിക്കയിലോട്ട് പോവുകയാണ്. അങ്ങനെ വടക്കേ അമേരിക്കയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവിടെ 13 കോളനികൾ സ്ഥാപിക്കുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് വടക്കേ അമേരിക്കയിലോട്ട് പോവുകയും അവിടെ 13 കോളനികൾ സ്ഥാപിക്കുകയും ചെയ്ത ആദ്യ സംഘത്തിലെ ആൾക്കാരെ പറയുന്നത് തീർത്ഥാടക പിതാക്കൾ എന്നാണ്. എന്താണ്? തീർത്ഥാടക പിതാക്കൾ. അപ്പൊ അത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അമേരിക്കൻ വിപ്ലവം നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെ ഒരു സംഘം ആൾക്കാർ ഒരു കപ്പലിൽ യാത്ര തിരിക്കുന്നു. ആ കപ്പൽ ഏതാണ്? മേ ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ യാത്ര തിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രം ക്രോസ് ചെയ്ത് അവർ വടക്കേ അമേരിക്കയിലെത്തുന്നു. വടക്കേ അമേരിക്കയിലെത്തി എത്ര കോളനികൾ സ്ഥാപിക്കുന്നു? 13 കോളനികൾ സ്ഥാപിക്കുന്നു. അങ്ങനെ 13 കോളനികൾ സ്ഥാപിച്ച ആദ്യ സംഘത്തിലെ ആൾക്കാരെ പറയുന്നതാണ് എന്ത്? തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ് അല്ലെ. അപ്പൊ തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ ആ ഒരു പദം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ 13 കോളനികൾ സ്ഥാപിച്ച് ഇംഗ്ലണ്ടിലെ യഥാർത്ഥ പൗരന്മാരായിട്ടുള്ള ആൾക്കാർ അവരിപ്പോൾ എവിടെയാണ്? വടക്കേ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചിരിക്കുകയാണ് അല്ലേ. അധികം താമസിയാതെ തന്നെ ഈ പറഞ്ഞ കോളനിയിലെ ജനങ്ങളെ ബ്രിട്ടൻ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മെർക്കൻഡലിസം. മെർക്കൻഡലിസം അല്ലെ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ബ്രിട്ടൻ എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ട് ബ്രിട്ടൻ തുടരുന്നതിന് കാരണം അവരുടെ സാമ്രാജ്യത്വ ചൂഷണ വാണിജ്യ തന്ത്രങ്ങളാണ്. സാമ്രാജ്യത്വ ചൂഷണ വാണിജ്യ തന്ത്രങ്ങൾ. ആ സാമ്രാജ്യത്വ ചൂഷണ വാണിജ്യ തന്ത്രങ്ങളെ പൊതുവെ പറയുന്നത് ഏത് പേരിലാണ്? മെർക്കൻഡലിസം. അപ്പോൾ കോളനികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടൻ അനുവർത്തിച്ചിരുന്ന ഒരു വാണിജ്യ ചൂഷണ നയമാണ് ഏത്? മെർക്കൻഡലിസം. അപ്പോൾ ഈ പറഞ്ഞ വടക്കേ അമേരിക്കയിലെ 13 കോളനികളെ അവരെ ഈ പറഞ്ഞ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ ഈ പറഞ്ഞ മെർക്കൻഡലിസ്റ്റ് നയങ്ങൾ അധികം താമസിയാതെ ബ്രിട്ടൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അനുവർത്തിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഈ കോളനികളിൽ ഒരുപാട് നിയമങ്ങൾ ബ്രിട്ടൻ കൊണ്ടുവന്നു. ആ നിയമങ്ങളാണ് നാവിഗേഷൻ ആക്ട്. അതിലൊന്നാണ് ഏത്? നാവിഗേഷൻ ആക്ട്. നാവിഗേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഈ പറഞ്ഞ കോളനികൾ ആരുമായിട്ടെങ്കിലും ഒക്കെ കച്ചവടം ചെയ്യണമെങ്കിൽ, ഏതെങ്കിലുമൊക്കെ കപ്പലുകൾ ഉപയോഗിക്കണമെങ്കിൽ അത് ബ്രിട്ടനുമായി ബന്ധപ്പെട്ട കച്ചവടമേ ആകാവൂ, ബ്രിട്ടനുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ആകാവൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? നാവിഗേഷൻ ആക്ടിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഷുഗർ ആക്ട്, അതായത് പഞ്ചസാര നികുതി. കോളനികളിൽ ഏർപ്പെടുത്തിയ ഈ പറഞ്ഞ ഒരു നികുതിയാണ് പഞ്ചസാര നികുതി അഥവാ ഷുഗർ ആക്ട്. 1764 പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത് മറ്റൊരു നികുതി. കോളനികളിൽ ബ്രിട്ടൻ അടിച്ചേൽപ്പിച്ച മറ്റൊരു നികുതിയാണ് സ്റ്റാമ്പ് ആക്ട്. ആ സ്റ്റാമ്പ് ആക്ട് ഏത് കൊല്ലമാണ്? 1765. പിന്നെ അത് കഴിഞ്ഞിട്ട് തേയില നികുതി, ടീ ആക്ട് 1773.
അതായത് പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വടക്കേ അമേരിക്കയിൽ വന്ന് 13 കോളനികൾ സ്ഥാപിച്ച് സ്വസ്ഥമായിട്ട് കഴിഞ്ഞു പോകുന്ന ആൾക്കാർ. അവിടെ പക്ഷേ ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു? പട്ടാളത്തെ അയക്കുന്നു. അവരെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. അവരെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ അവരുടെ സാമ്രാജ്യത്വ വാണിജ്യ നയങ്ങൾ നടപ്പിലാക്കുന്നു. അതായത് മെർക്കന്റലിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നു. അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ബ്രിട്ടന്റെ സാമ്രാജ്യത്വ ചൂഷണ വാണിജ്യ നയം പൊതുവിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മെർക്കന്റലിസം എന്ന് അറിയപ്പെടുന്നു. ആ മെർക്കന്റലിസ്റ്റ് നയങ്ങളുടെ ഭാഗമായിട്ട് ബ്രിട്ടൻ കോളനികളിൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങളാണ് നാവിഗേഷൻ ആക്ട്, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട്, ടീ ആക്ട്. അതിൽ ഷുഗർ ആക്ട് 1764, സ്റ്റാമ്പ് ആക്ട് 1765, ടീ ആക്ട് 1773. അപ്പോൾ ബ്രിട്ടന്റെ ഈ സാമ്രാജ്യത്വ ചൂഷണ നയങ്ങൾക്ക് എതിരായിട്ട് കോളനികളിലെ ആൾക്കാർ പതിയെ പ്രതികരിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒരു മുദ്രാവാക്യം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ആ മുദ്രാവാക്യം നിങ്ങൾക്കറിയാം. എന്താണ് ആ മുദ്രാവാക്യം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അല്ലെ? ഈ കോളനികളിൽ 13 കോളനികൾ സ്ഥാപിച്ച ആൾക്കാർ ശരിക്കും ഈ പറഞ്ഞ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തുള്ളവർ തന്നെയാണ്. അവരുടെ മാതൃരാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. പക്ഷേ ഈ കോളനികൾ ഉള്ളവർക്ക് ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും പ്രാതിനിധ്യവും ഇല്ല. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഞങ്ങൾക്ക് പ്രതിനിധികളില്ല, ഞങ്ങൾക്ക് യാതൊരുവിധ അവകാശവുമില്ല. അങ്ങനെയുള്ള ഞങ്ങൾ എന്തിനാണ് ബ്രിട്ടന്റെ നിയമങ്ങളെ അനുസരിക്കുന്നത്? അപ്പോൾ അതാണ് ആ മുദ്രാവാക്യം: പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പോൾ ഈ പറഞ്ഞ മെർക്കന്റലിസത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ കോളനികളിൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. എന്തുകൊണ്ട് ബാധ്യതയില്ല? അവിടുത്തെ പാർലമെന്റിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല. അപ്പോൾ അങ്ങനെ ഉയർന്ന മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ആര് എന്ന് ചോദിച്ചാൽ, ഈ മുദ്രാവാക്യത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ വിപ്ലവം. ബ്രിട്ടന്റെ ഏത് നയത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ് എന്ന് ചോദിച്ചാൽ മെർക്കന്റലിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പതിയെ ഈ പറഞ്ഞ കോളനികളിലെ ആൾക്കാർ ബ്രിട്ടനെതിരായിട്ട് തിരിയുകയാണ്. ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായി വരുന്നു. ബ്രിട്ടനെതിരായിട്ട് ഈ പറഞ്ഞ രാജ്യത്തിനകത്ത്, അതായത് ഈ കോളനികൾക്കകത്ത് ചെറിയ ചെറിയ സംഘങ്ങൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സംഘങ്ങൾ രൂപം കൊള്ളുന്നു. അതിൽ ഈ പറഞ്ഞ വളരെ തീവ്ര പക്ഷക്കാരായിട്ടുള്ള ഒരു സംഘമുണ്ട്. ആ സംഘമാണ് സൺസ് ഓഫ് ലിബർട്ടി. സൺസ് ഓഫ് ലിബർട്ടി, അല്ലെ? അപ്പോൾ നാവിഗേഷൻ ആക്ട്, അതുപോലെ സ്റ്റാമ്പ് ആക്ട്, ടീ ആക്ട്, ഷുഗർ ആക്ട് പോലുള്ള എന്താണ് ഈ പറഞ്ഞ മെർക്കന്റലിസ്റ്റ് നയങ്ങൾ കോളനികളിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അമേരിക്കയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ രൂപം കൊള്ളാനായിട്ട് തുടങ്ങി. അതിൽ പ്രമുഖമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഏത്? സൺസ് ഓഫ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് സാമുവൽ ആഡംസ്. സാമുവൽ ആഡംസ്. സാമുവൽ ആഡംസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ്. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സാമുവൽ ആഡംസ്. അമേരിക്കൻ ദേശീയതയുടെ പിതാവ്, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് സാമുവൽ ആഡംസ് ആണ്. അപ്പോൾ സാമുവൽ ആഡംസ് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ആ നാട്ടിലെ ചെറുപ്പക്കാരെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കുന്നു. ആ സംഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സൺസ് ഓഫ് ലിബർട്ടി എന്നറിയപ്പെടുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആ പറഞ്ഞ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ജെയിംസ് ഓട്ടിസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ഈ പറഞ്ഞ പ്രതിഷേധ ഗ്രൂപ്പുകൾ ഉണ്ടായി വരുന്നു.
ആ പറഞ്ഞ പ്രതിഷേധ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് സാമുവൽ ആഡംസ് ആണ്. സാമുവൽ ആഡംസിനെ പറയും അമേരിക്കൻ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയും. അമേരിക്കൻ വിപ്ലവത്തിന്റെ പിതാവ്. ആ പറഞ്ഞ ചെറിയ ഗ്രൂപ്പാണ് ഏത്? സൺസ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ. അപ്പൊ അതൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാ? അതെല്ലാം അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാ. ഇനി അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ പറയാം. ഒന്ന് ബോസ്റ്റൺ കൂട്ടക്കൊല. ബോസ്റ്റൺ കൂട്ടക്കൊല, ബോസ്റ്റൺ മസാക്കർ എന്ന് പറയും, ബോസ്റ്റൺ കൂട്ടക്കൊല. വേറൊന്ന് ബോസ്റ്റൺ ടീ പാർട്ടി. വേറൊന്ന് എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി. രണ്ട് സംഭവങ്ങളാണ്. അതിൽ ബോസ്റ്റൺ കൂട്ടക്കൊല 1770 നടന്ന ഒരു സംഭവമാണ്. 1770 നടന്ന ഒരു സംഭവമാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. 1773 നടന്ന ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നിട്ട് ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് എന്നാണ് നടന്നത്, അല്ലെങ്കിൽ കാലഗണന പ്രകാരം ഈ പറഞ്ഞ ആദ്യം വന്നത് ഏതാണ് പോലുള്ള രീതിയിൽ ചോദിക്കും. അതിലൊന്നാണ് ബോസ്റ്റൺ എന്താണ് കൂട്ടക്കൊല 1770. അത് കഴിഞ്ഞിട്ട് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതിൽ ബോസ്റ്റൺ കൂട്ടക്കൊലയിലോട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു മെർക്കന്റലിസ്റ്റ് നയങ്ങളുടെ ഭാഗമായിട്ട് ബ്രിട്ടൻ കോളനികളിൽ ചില നിയമങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേതാണ് ഈ പറഞ്ഞ ഷുഗർ ആക്ട് 1764. അത് കഴിഞ്ഞിട്ട് വേറൊരു നിയമം കൊണ്ടുവന്നു, സ്റ്റാമ്പ് ആക്ട്. കുറച്ചുകൂടി മാരകമായിട്ടുള്ള ഒരു നിയമമാണ്. ഇപ്പം ഷുഗർ ആക്ട് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിലുള്ള ഒരു നികുതിയല്ല, പക്ഷെ സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത് ഈ കോളനിയിലെ ഓരോ മനുഷ്യനെയും ബാധിക്കുന്ന പ്രത്യക്ഷത്തിലുള്ള ഒരു നികുതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് എവിടെ ഉണ്ടായത്? കോളനികളിൽ ഉണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞ ഏതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാമ്പ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ എവിടെ നടന്നു? കോളനികളിൽ നടന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആ നിയമത്തെ ഒന്ന് ചെറുതായിട്ട് പരിഷ്കരിച്ചുകൊണ്ട് വേറൊരു നിയമം ബ്രിട്ടൻ കൊണ്ടുവന്നു. അതാണ് ടൗൺഷെഡ് ആക്ട്. ഇതൊന്നും കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് കേട്ട് വച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഈ പറഞ്ഞ സ്റ്റാമ്പ് ആക്ട് പ്രത്യക്ഷത്തിലുള്ള ഒരു നികുതിയായിരുന്നു. അപ്പോൾ അതിനെതിരെ കനത്ത പ്രതിഷേധം ഈ പറഞ്ഞവിടെ ഉണ്ടായി, അമേരിക്കൻ കോളനികളിലുണ്ടായി. അപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു? ആ നിയമത്തെ പതുക്കെ പിൻവലിച്ചിട്ട് അല്പം ഈ പറഞ്ഞ മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് വേറൊരു നിയമം കൊണ്ടുവന്നു. അതാണ് ടൗൺഷെഡ് ആക്ട്. ടൗൺഷെഡ് എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്, അയാൾ തയ്യാറാക്കിയ നിയമമായതുകൊണ്ട് ടൗൺഷെഡ് ആക്ട് എന്ന് പറയും. അപ്പം ഞാനിത് എന്തിനാണ് പർപ്പസ് ആയിട്ട് അതിനകത്ത് പറയുന്നതെന്ന് അറിയാമോ? ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം. ഞാനിപ്പോൾ ടൗൺഷെഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ടൗൺഷെഡ് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അത് ഈ വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾ എടുത്തേക്കാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അപ്പോൾ സ്റ്റാമ്പ് ആക്ട് ആദ്യം കൊണ്ടുവന്നു. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? എതിർത്തപ്പോൾ ഈ പറഞ്ഞ എന്താണ് മറ്റൊരു നിയമം അതിന് പകരമായിട്ട് കൊണ്ടുവന്നു. ഏതാണ്? ടൗൺഷെഡ് ആക്ട്. പക്ഷേ അതിനെയും ജനങ്ങൾ എതിർത്തു. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടന്നു. ആ പ്രതിഷേധങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം എന്ത് ചെയ്തു? വെടിവെച്ചു. അങ്ങനെ കുറച്ച് ആൾക്കാർ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടു. അതാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. അത് നടന്നത് 1770. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു? ബോസ്റ്റൺ ടീ പാർട്ടി. ആ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് കാരണമായിട്ടുള്ള സംഭവം എന്താണ്? 1773 ഒരു നിയമം ബ്രിട്ടൻ കോളനികളിൽ കൊണ്ടുവന്നു. അതാണ് ടീ ആക്ട് 1773. അപ്പോൾ അതിനെതിരെ നടന്ന ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. ആ സംഭവം എന്താണ്? ബ്രിട്ടനിൽ നിന്ന് ഒരു കപ്പൽ വരുന്നു. ആ കപ്പലിൽ നിറയെ എന്താണ്? തേയിലയാണ്. അപ്പോൾ വിപ്ലവകാരികൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? കപ്പലിലോട്ട് ചാടി കയറുന്നു. ആ തേയിലയെല്ലാം എടുത്ത് എവിടെ എറിയുന്നു? കടലിലോട്ട് എറിയുന്നു. അല്ലെ, ബോസ്റ്റൺ എന്ന് പറയുന്ന ഒരു തുറമുഖമാണ്, അവിടെ ഈ പറഞ്ഞ കടലിലോട്ട് വലിച്ചെറിയുന്നു. ആ സംഭവം അമേരിക്കൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ്. ആ സംഭവം നടക്കുന്നത് 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16. അപ്പോൾ പറഞ്ഞു വന്നത് ബോസ്റ്റൺ കൂട്ടക്കൊല, ബോസ്റ്റൺ ടീ പാർട്ടി പോലുള്ള സംഭവങ്ങൾ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അങ്ങനെ ഈ പറഞ്ഞ ബ്രിട്ടന്റെ എന്താണ് സാമ്രാജ്യത്വ ചൂഷണ നിയമങ്ങൾ കൂടുതൽ കർക്കശമായിട്ട് കോളനികളിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ 13 കോളനികൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ കോളനികളിലെ ആൾക്കാരെല്ലാവരും കൂടി ഒന്നിച്ച് കൂടാം എന്ന് തീരുമാനിച്ചു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ 13 കോളനികളിലെയും ആൾക്കാർ ഒന്നിച്ചു കൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു സമ്മേളനം അവർ വിളിച്ചു കൂട്ടി. അതിനെ പറയുന്നതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അല്ലെ, അവർ എത്ര കോളനികളായിരുന്നു സ്ഥാപിച്ചത്? 13 കോളനികളാണ്. അല്ലെ, അപ്പം ബ്രിട്ടന്റെ ഈ പറഞ്ഞ ചൂഷണ നയങ്ങളെ അല്ലെങ്കിൽ നിയമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് കോളനികളിലെ ആൾക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 13 കോളനികളും ഒന്നിച്ചു ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. അതിനെ പറയുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ്. ഈ പറഞ്ഞ സമ്മേളനം, ഈ സമ്മേളനം നടക്കുന്നത് 1774-ലാണ്. 1774-ലാണ്. അതായത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതിന് ശേഷമാണ് 1774. അപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കും, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അല്ലെ, ബ്രിട്ടന്റെ സാമ്രാജ്യത്വ ചൂഷണ നയങ്ങൾക്കെതിരായിട്ട് കോളനികൾ എന്താണ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒന്നിച്ചു കൂടുന്നു. ആ ഒന്നിച്ചു കൂടുന്ന ഒരു സമ്മേളനമുണ്ട്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ആ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്ന എന്നാണ് 1774. അല്ലെ, അത് നടക്കുന്നത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്? ഫിലാഡൽഫിയ. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുന്നു. അതായത് 13 കോളനികൾ ഒന്നിച്ചു കൂടാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്ന് ഒരു കോളനി മാത്രം പങ്കെടുത്തില്ല. അതായത് 12 കോളനികൾ മാത്രമേ അന്ന് ഒന്നിച്ചു കൂടിയുള്ളൂ. ഒരു കോളനിയിലെ ആൾക്കാർ വന്നിട്ടില്ല. ഏതാണ് ആ കോളനി എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. ജോർജിയ എന്ന് പറയുന്ന കോളനിയിലെ ആൾക്കാർ മാത്രം ആദ്യത്തെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിനകത്ത് പങ്കെടുത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിനകത്ത് ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബ്രിട്ടനെതിരെ സംഘടിപ്പിക്കേണ്ട സമരപരിപാടികളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നടന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രഖ്യാപനവും നടന്നു. ആ പ്രഖ്യാപനമാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. എന്താണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറയുന്ന പ്രഖ്യാപനം? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഡിക്ലറേഷൻ ഈ കോളനികളിലെ ആൾക്കാരുടെ അവകാശങ്ങൾ, അവരുടെ പരാതികൾ, അതെല്ലാം കൂടി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈ ഡിക്ലറേഷൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആർക്കെതിരായിട്ടുള്ളതാണ്? ബ്രിട്ടനെതിരായിട്ടുള്ളതാണ്. അല്ലെ, അപ്പോൾ ഈ പറഞ്ഞ രാജ്യം ഇത് ഞങ്ങളുടെ സ്വന്തം രാജ്യമാണ്, നിങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളുടെ മാതൃരാജ്യമാണ് ബ്രിട്ടൻ, പക്ഷേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ സ്ഥലത്ത് കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഏത്? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. അല്ലെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രിട്ടന്റെ ഈ പറഞ്ഞ സാമ്രാജ്യത്വ ചൂഷണ നയങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് 13 കോളനികളിലെയും ആൾക്കാർ ഒത്തൊരുമിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 വിളിച്ചു കൂട്ടുന്നു. പക്ഷേ ജോർജിയ എന്ന് പറയുന്ന കോളനിയിലെ നിന്നുള്ള പ്രതിനിധികൾ മാത്രം പങ്കെടുത്തില്ല. ബാക്കി 12 കോളനികളും പങ്കെടുത്തു. അവിടെ വെച്ച് ബ്രിട്ടനെതിരെയുള്ള സമരപരിപാടികളൊക്കെ അവരെന്ത് ചെയ്തു? അതിനൊക്കെ രൂപം കൊടുക്കുകയും ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ആ പ്രഖ്യാപനമാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. അത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിനെ തുടർന്നുള്ള പ്രഖ്യാപനമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ തുടർച്ചയായിട്ട് അടുത്ത വർഷം 1775 ഇതേ ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അല്ലെ, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ജോർജിയയിൽ നിന്നുള്ള ആൾക്കാരും പങ്കെടുത്തു. അതായത് 13 കോളനികളും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ പങ്കെടുത്തു. അവിടെ വെച്ചിട്ട് ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന ഒരാളെ കോളനികളുടെ സൈന്യത്തിൻ്റെ നേതാവായിട്ട് നിയമിച്ചു. ഈ പറഞ്ഞ ബ്രിട്ടനെ പ്രതിരോധിക്കാൻ വേണ്ടി, ബ്രിട്ടീഷ് പട്ടാളത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കോളനി സൈന്യം ഉണ്ടാക്കുകയും അതിൻ്റെ ഈ പറഞ്ഞ നേതാവായിട്ട് ആരെ സ്ഥാപിക്കുകയും ചെയ്തു? ആരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു? ജോർജ് വാഷിങ്ടനെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് 1775 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. 13 കോളനികളും ആ കോൺഗ്രസിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് കോളനികളുടെ സംയുക്ത സൈന്യത്തിൻ്റെ നേതാവായിട്ട് ആരെ നിയമിച്ചു? ജോർജ് വാഷിങ്ടനെ നിയമിച്ചു. അതുപോലെ തന്നെ അവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. അല്ലെ, ഒലീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സമാധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ അതായത് ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എഴുതി തയ്യാറാക്കിയ ഈ പറഞ്ഞ ഒരു പരാതിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രഖ്യാപനമാണ്
ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. അതായത് ഈ പറഞ്ഞ ബ്രിട്ടനിലെ രാജാവിനോടുള്ള ഈ പറഞ്ഞ അഭ്യർത്ഥനയാണ്, അല്ലെങ്കിൽ രാജാവിനോടുള്ള പരാതിയാണ്. ഞങ്ങളുടെ മാതൃരാജ്യമാണ് ബ്രിട്ടൻ, ഞങ്ങൾക്ക് നമ്മുടെ മാതൃരാജ്യത്തിനോട് അല്പം കടപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതൃരാജ്യം നമ്മളെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് താഴ്ന്ന് വീണ് ഈ പറഞ്ഞ ഒരു അപേക്ഷയാണ് ഏത് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. അതായത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കുന്നതിലൂടെ കണ്ടത്. അന്ന് ബ്രിട്ടൻ ഭരിക്കുന്നത് ജോർജ് III എന്ന് പറയുന്ന രാജാവാണ്. ഈ പെറ്റീഷനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അമേരിക്കയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ ഭരണാധികാരി ആരാണ്? ജോർജ് III. അപ്പോൾ ഈ ജോർജ് IIIനാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഈ പറഞ്ഞ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കിയത് പെൻസിൽവാനിയയിൽ നിന്നുള്ള ഒരു അംഗമാണ്. പെൻസിൽവാനിയ എന്ന് പറയുന്ന കോളനിയിൽ നിന്നുള്ള ഒരു അംഗമാണ് ജോൺ ഡിക്കൻസൺ. ജോൺ ഡിക്കൻസൺ എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കുന്നത്, അല്ലെ? അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1773 ഫിലാഡൽഫിയ, അന്ന് 12 കോളനികളാണ് പങ്കെടുത്തത്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 ഫിലാഡൽഫിയ, അന്ന് 13 കോളനികളും പങ്കെടുത്തു. ജോർജ് വാഷിങ്ടനെ കോളനിയുടെ സംയുക്ത സൈന്യത്തിൻ്റെ തലവനായിട്ട് പ്രഖ്യാപിച്ചു. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കി ആർക്ക് കൊടുക്കുന്നു? ജോർജ് III, ഇംഗ്ലണ്ടിലെ രാജാവിന് കൊടുക്കുന്നു. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എഴുതി തയ്യാറാക്കുന്നത് പെൻസിൽവാനിയയിൽ നിന്നുള്ള ഒരു അംഗമാണ്. ആര്? ജോൺ ഡിക്കൻസൺ. ജോൺ ഡിക്കൻസൺ. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൻ്റെ തുടർച്ചയായിട്ട് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും നടന്നു. മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് എവിടെ വെച്ച് തന്നെയാണ്? ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ഈ 3 കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ 1776 ഈ പറഞ്ഞ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൻ്റെ തുടർച്ചയായിട്ട് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് നടക്കുമ്പോഴാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാളുടെ പേര് പറയാറുണ്ട്, തോമസ് ജെഫേഴ്സൺ. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്ന ആ കൂട്ടത്തിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉണ്ട്, അതുപോലെ തന്നെ ജോൺ ആഡംസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് തോമസ് ജെഫേഴ്സൺ ആണ്. അതുകൊണ്ട് നമ്മൾ പറയാം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയും? തോമസ് ജെഫേഴ്സന്റെ പേര് പറയും, അല്ലെ? അപ്പോൾ മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. അത് എന്നാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഈ പറഞ്ഞ പോയിന്റാണ്. 1776 ജൂലൈ 4. 1776 ജൂലൈ 4. ആ വർഷം നന്നായിട്ട് പഠിക്കണം. നമ്മൾ നേരത്തെ ബോസ്റ്റൺ ടീ പാർട്ടി പറഞ്ഞിരുന്നു. 1773 ഡിസംബർ 16. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ആദ്യം നടന്ന സംഭവം, അവസാനം നടന്ന സംഭവം, കാലഗണന, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഓർത്തു വയ്ക്കുക, ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. അതേസമയം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. അത് എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അതിനകത്ത് ഉള്ളത് ഏത് ബ്രിട്ടീഷ് തത്വചിന്തകന്റെ ആശയങ്ങളാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനകത്തുള്ളത് ഏത് ബ്രിട്ടീഷ് തത്വചിന്തകന്റെ ആശയങ്ങളാണ് എന്ന് ചോദിച്ചാൽ ജോൺ ലോക്ക് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ഏതിനകത്തുള്ളത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലുള്ളത്. ഇതുപോലെ നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ച് പഠിക്കും. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനകത്തുള്ളത് റൂസോയുടെ, ജീൻ ജാക്വസ് റൂസോയുടെ ആശയങ്ങളാണ്. അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനകത്തുള്ളത് ഏത് തത്വചിന്തകന്റെ ആശയങ്ങളാണ് എന്ന് ചോദിച്ചാൽ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, മനുഷ്യന് പ്രകൃത്യാൽ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ നിഷേധിക്കാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കുകയില്ല. ഈ പറഞ്ഞ ആശയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്ധരണി ആരുടേതാണ്? ജോൺ ലോക്കിൻ്റെതാണ്. അങ്ങനെ ജോൺ ലോക്കിൻ്റെ ഈ പറഞ്ഞ പ്രകൃത്യാലുള്ള മനുഷ്യൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത് എഴുതി തയ്യാറാക്കിയ തോമസ് ജെഫേഴ്സൺ 1776 ജൂലൈ 4.
അപ്പം ജോൺ ലോക്ക് എന്ന് പറയുന്ന ആളുടെ പേര് ഇവിടെ വിട്ടുപോകരുത്. അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, ഇവിടെ ഇപ്പോഴും ഈ പറഞ്ഞ കോളനി സൈന്യവും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1781 നിർണായകമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം കോളനി സൈന്യത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു. നിർണായകമായ ഒരു യുദ്ധത്തിൽ 1781 ബ്രിട്ടീഷ് പട്ടാളം ആരുടെ മുന്നിൽ തോറ്റു? ജോർജ് വാഷിങ്ടന്റെ കോളനി സൈന്യത്തിന് മുമ്പിൽ തോക്കുകയും പിന്നീട് ഈ പറഞ്ഞ ഒരു സന്ധി ഉണ്ടാവുകയും ചെയ്തു. കോളനിയുടെ മുമ്പിൽ തോറ്റു, കോളനി സൈന്യത്തിന് മുമ്പിൽ തോറ്റോടുകൂടി ബ്രിട്ടൻ ഈ പറഞ്ഞ അവിടെ പരാജയം സമ്മതിച്ചു. പിന്നീട് ഈ പറഞ്ഞ ഒരു സന്ധി ഉണ്ടായി. ആ സന്ധിയാണ് ഏത് സന്ധി? പാരീസ് സന്ധി. പാരീസ് സന്ധി അത് 1783 എന്താണ് പാരീസ് സന്ധിയുടെ പ്രാധാന്യം? അതായത് ബ്രിട്ടൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. കോളനികൾ നേരത്തെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതായത് ഈ പറഞ്ഞ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 എന്നാണെന്ന് പറഞ്ഞു, ജൂലൈ 4 അല്ലെ. കോളനികൾ നേരത്തെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷെ ബ്രിട്ടൻ അത് അംഗീകരിച്ചില്ല. ബ്രിട്ടൻ അംഗീകരിക്കുന്നത് എപ്പോഴാണ്? 1781 യുദ്ധത്തിൽ തോക്കുകയും പിന്നീട് ഈ പറഞ്ഞ പാരീസ് ഉടമ്പടിയിലാണ് ഈ പറഞ്ഞ ബ്രിട്ടൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്. ആ ഉടമ്പടി ഏത് എന്ന് ചോദിച്ചാൽ പാരീസ് ഉടമ്പടിയാണ്. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ അമേരിക്കൻ വിപ്ലവം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ ഭരണാധികാരി എന്ന് പറയുന്ന ആരാണ്? ജോർജ് മൂന്നാണ്. അതേസമയം ഫ്രാൻസിലെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ലൂയി 16 അപ്പോൾ അമേരിക്കൻ വിപ്ലവം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് 3. ആ സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി, ഫ്രാൻസിലെ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ലൂയി 16 ലൂയി 16 ഈ പറഞ്ഞ കോളനികൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടനെതിരെ പോരാടാൻ വേണ്ടി ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളനികളുടെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? ഫ്രാൻസ് ആണ്. അതുകൊണ്ടാണ് 1783 ഈ ഉടമ്പടി ഉണ്ടാകുന്നത് എവിടെ വെച്ചായത്? പാരീസിൽ വെച്ചായത് അല്ലെ. അപ്പോൾ ആരൊക്കെയാണ് ഈ സമയത്ത് ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും ഭരണാധികാരികൾ എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. ജോർജ് 3, ലൂയി 16, ഫ്രാൻസില് ലൂയി 16 അല്ലെ. അവിടെ നിങ്ങൾക്കറിയാം സ്റ്റാച്യു ഓഫ് ലിബർട്ടി, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലെ. അമേരിക്കയെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രതിമ നിങ്ങൾക്കറിയാം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സത്യം പറഞ്ഞ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഏത് രാജ്യമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആ ഒരു പ്രതിമ അമേരിക്കയ്ക്ക് ഗിഫ്റ്റായി നൽകിയതെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. അവർ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഫ്രാൻസ് ആണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആർക്ക്? അമേരിക്കയ്ക്ക് ഗിഫ്റ്റായിട്ട് നൽകിയത്. ആ ഒരു കാര്യം കൂടി അവിടെ ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. അങ്ങനെ അമേരിക്ക വിപ്ലവം വിജയിച്ചു, അമേരിക്ക സ്വാതന്ത്ര്യം നേടി അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ എന്തുണ്ടാകുന്നു? അമേരിക്കയിൽ ഭരണഘടന ഉണ്ടാകുന്നു. അങ്ങനെ 1787 അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം എന്ത് ചെയ്യുന്നു? നടക്കുന്നു. അമേരിക്കയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മേളനം നടക്കുന്നു. എവിടെ വെച്ചിട്ടാണ് ആ സമ്മേളനം നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഫിലാഡൽഫിയ അല്ലെ. അപ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? സ്വാതന്ത്ര്യം കിട്ടി, ഇനി അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ ഭരണഘടനയുടെ നിർമ്മാണമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം 1787 നടന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് അല്ലെ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് നമ്മൾ ഡോക്ടർ BR അംബേദ്കറിനെ വിളിക്കും. അതുപോലെ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനാ ശില്പി ആരാണ്? ജെയിംസ് മാഡിസൺ. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 1789 ഏപ്രിൽ 30 ഏപ്രിൽ 30 ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് നിയമിക്കപ്പെട്ടു. ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി അല്ലെ. അപ്പോൾ ഭരണഘടനാ സമ്മേളനം നടക്കുന്ന 1787 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. ജോർജ് വാഷിങ്ടൺ പിന്നീട് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആകുന്നത് 1789 ഏപ്രിൽ 30
അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ്. അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? ജോൺ ആഡംസ് ആണ്. അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ചും വൈസ് പ്രസിഡന്റിനെ കുറിച്ചും പഠിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ചാണ് പറയേണ്ടിയിരുന്നത്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ വിപ്ലവത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ജെയിംസ് ഒന്നാമന്റെ കാലത്ത് ഓടിപ്പോന്ന ആൾക്കാരാണ്, 13 കോളനികൾ സ്ഥാപിച്ചവരാണ്. അവരെ പിന്തുടർന്ന് ബ്രിട്ടൻ ശല്യപ്പെടുത്താനായിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ഇവിടെ കോളനികളിൽ കൊണ്ടുവന്നു. അതിനെതിരെ കോളനി നിവാസികൾ സംഘടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മുദ്രാവാക്യമായി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ഗ്രൂപ്പുകൾ, അതായത് വിപ്ലവ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി വന്നു. സൺസ് ഓഫ് ലിബർട്ടി, അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സാമുവൽ ആഡംസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? 2 സംഭവങ്ങളാണ്. ഏതൊക്കെയാണ് 2 സംഭവങ്ങൾ? ബോസ്റ്റൺ കൂട്ടക്കൊലയും ബോസ്റ്റൺ ടീ പാർട്ടിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് കോണ്ടിനെന്റൽ കോൺഗ്രസ് 1, 2, 3. അതിനകത്ത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ. 3ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 1781 നിർണായക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുന്നു. 1783 എന്താണ്? പാരീസ് സന്ധി. ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു? കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. 1787 അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. 1789 ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നു. അല്ലെ? അത്രയും കാര്യങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. കോമൺ സെൻസ് ഒരു ലഘുലേഖയാണ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലഘുലേഖയാണ്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അമേരിക്കൻ വിപ്ലവത്തിന് ഏറെ സ്വാധീനിച്ച ലഘുലേഖ, അമേരിക്കൻ വിപ്ലവത്തിന് പ്രചോദനമായിട്ടുള്ള ഒരു പാംലെറ്റ്, ലഘുലേഖ, അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലഘുലേഖ തയ്യാറാക്കിയത് ഒരു ബ്രിട്ടീഷുകാരനാണ്. ഒരു ബ്രിട്ടീഷ് ഈ പറഞ്ഞ എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷ് തത്വചിന്തകനാണ്, തോമസ് പെയിൻ. എന്താണ്? തോമസ് പെയിൻ. അല്ലെ? അപ്പൊ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? തോമസ് പെയിൻ. ആരാണ്? തോമസ് പെയിൻ. അതുകൂടി ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഉദ്ധരണിയുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പായി കഴിഞ്ഞിരുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പായി കഴിഞ്ഞിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം ജോൺ ആഡംസ് എന്നാണ്. അമേരിക്കയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ആരും ചോദിച്ചാൽ ആരാണ്? ജോൺ ആഡംസ് ആണ് എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ടത്. എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കാര്യം നന്നായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അത് കഴിഞ്ഞ ശേഷം പുസ്തകം ഒന്ന് വായിക്കുക. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സ് എല്ലാം പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് കൂടി തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.